വിവിധ പട്ടികജാതി പട്ടികവർഗ മറ്റിതര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുള്ളവർ കൂടി നമ്മുടെ ഈ ഡെൻ എന്ന ഡബ്ല്യുഡിഎഫ് എംപ്ലോയീസ് നെറ്റ്വർക്ക് എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർന്നുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതല്ല, രജിസ്റ്റർ ചെയ്യാതെ തന്നെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഇത് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊമോഷനോ ട്രാൻസ്ഫറോ അതേപോലുള്ള എംപ്ലോയീസിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടല്ല ഇത് മുന്നോട്ട് പോവുക. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ഡെൻ എന്ന പ്രസ്ഥാനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രഥമ മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. വളരെ അധികം ചർച്ചകൾക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾക്കും ശേഷമാണ് കേരളത്തിൽ വെച്ച് ഇത് തുടങ്ങാം എന്നുള്ളത് തീരുമാനിച്ചത്. കേരളത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ബഹുജൻ ദ്രാവിഡ പാർട്ടിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരുന്ന ആൾക്കാരുള്ളത്. കേരളത്തിൽ നിന്ന് ഒരു തുടക്കം കുറിക്കാം എന്നുള്ളതാണ് കേന്ദ്ര തീരുമാനം. ഇതിന് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ഇതേപോലെ തന്നെ മീറ്റിംഗ് ഉണ്ടാവും. കേരളത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുക എന്ന് പറയുന്ന ആ ഒരു വിധി ഇന്ത്യ ചരിത്രത്തിന്റെ തന്നെ ഒരു സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്ന ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഭാവിയിൽ അഭിമാനിക്കാനുള്ള ഭാഗമുണ്ടാവുമെന്നുള്ളതും തർക്കമില്ല. അതുകൊണ്ട് ആ ചരിത്ര നിമിഷം ഇവിടെ കുറിക്കുകയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അതുപോലെ തന്നെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള വഴിയിൽ കിടക്കുന്നവരടക്കമുള്ളവർക്കും ഇനി പ്രത്യേകിച്ച് ഒരു സ്വാഗതം മനസ്സിലുണ്ടാകില്ല. അവരെ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എംപ്ലോയീസ് നെറ്റ്വർക്കിന്റെ കേരളത്തിലെ കൺവീനറായിട്ടുള്ള സ്റ്റേറ്റ് കൺവീനറായിട്ടുള്ള മാന്യവർ പ്രശാന്ത് അവരുടെ ഇവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചു. ഇതിന്റെ ആദ്യ മീറ്റിംഗാണ്. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും നന്ദി കുറേയധികം ദിവസങ്ങളായിട്ട് എറണാകുളത്ത് ഭംഗി പല ആളുകളോടും അതിനെക്കുറിച്ച് സംസാരിച്ചു. വേദിയിൽ അത് സംസാരിക്കണമെന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് ഏകദേശം രാജസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് ഇന്ത്യയുടെ തെക്കേറ്റത്തിൽ നിന്ന് തുടങ്ങി തെക്കേറ്റത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമാണ്. 1950 ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ബാബാ സാഹേബ് അംബേദ്കർ പലരോട് പ്രതീക്ഷകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അതില് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് ഒരു വലിയ പരാജയമായിട്ട് വലിയൊരു പോരായ്മയായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഗാന്ധി ബാബാ സാഹേബ് അംബേദ്കറുമായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ വ്യക്തിയാണ് ഗാന്ധി. ഗാന്ധി അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലെ തദ്ദേശ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അംബേദ്കറുമായിട്ട് ഏറ്റുമുട്ടിയ വ്യക്തിയാണ്. ഒരു വിളക്കുകാരൻ എന്നെ തലകീഴായി കൂട്ടുകൂട്ടിയിട്ടാലും എന്നെ മരണം വരെ ജനതയ്ക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ ബാബാ സാഹേബ് അംബേദ്കർ അവകാശങ്ങൾ നിഷേധിച്ച ഗാന്ധിയുടെ വാക്കുകൾ മുന്നിൽ
ഉണ്ടായ സ്ഫുലിംഗങ്ങളായ കുട്ടിമുട്ടുണ്ടാകുന്ന സ്ഫുലിംഗങ്ങളാണ് പുനാക്കരാർ. ആ പുനാക്കരാറിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ ജനവിഭാഗങ്ങളെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയത് ഒരു കാരണം. പുനാക്കരാർ അതായത് ബാബാ അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് നേടിയെടുത്ത ഒരു നല്ല ഫലത്തെ ഗാന്ധി അതിശക്തമായ ഒന്നുകൊണ്ട് മരണം വരെ നിരാഹാരം കിടന്ന, ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരണം വരെ നിരാഹാരം കിടക്കാതിരുന്ന ഗാന്ധി ആദ്യമായിട്ട് മരണം വരെ നിരാഹാരം കിടന്നത് ഈ പട്ടിക വിഭാഗത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് മരണം കിടക്കാൻ. അങ്ങനെ അംബേദ്കറിന്റെ മനസ്സിലാക്കുന്നതോടുകൂടി അത് അംഗീകരിക്കേണ്ടി വന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നും ഈ ജനവിഭാഗത്തിന്റെ ഇങ്ങനെ തന്നെ ഈ സ്ഥിതിയിൽ തന്നെ കൊണ്ടുവരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് അതുപോലെ തന്നെ ബാബാ സാഹിബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ഒരു അദ്ദേഹത്തിന്റെ ദൗത്യത്തെ ഏറ്റെടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം ജീവിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് 1978 മാംസം രൂപീകരിച്ചുകൊണ്ടാണ് ക്യാൻഷാ എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ആ ദൗത്യത്തെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം പിന്നീട് 1984 DSP നാട്ടി രൂപീകരിച്ചു. 78 ഡിസംബർ മാസം 4-ാം തീയതി മാംസം രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയമുണ്ടായിരുന്നു. ഈ ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ അതിനുവേണ്ടി അവർക്ക് ക്യാൻഷാന്തിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ബാബാ സാഹേബ് അംബേദ്കർ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊണ്ട് സംവരണത്തിന്റെ ഗുണഫലം അനുഭവിച്ച ഉദ്യോഗസ്ഥരെ കൊണ്ട് അദ്ദേഹം വളരെയധികം സങ്കടപ്പെടുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, സംവരണത്തിന്റെ ഗുണഫലം അനുഭവിച്ച ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്വന്തം ജനതയുടെ മോചനത്തിന് അമരക്കാരായില്ലെങ്കിൽ അവരോടൊപ്പം ആദ്യം വിശ്വാസത്തിലുമായി ജനത ലോകത്തുണ്ടാകില്ല. അദ്ദേഹം പറഞ്ഞു. അത്ര വേദനയോടെയായിരുന്നു ആ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ കുറിച്ച് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. പക്ഷെ ആ ദൗത്യത്തെ ഏറ്റെടുത്തത് ക്യാൻഷാന്തിയായിരുന്നു. ക്യാൻഷാന്തി ഏറ്റെടുത്തുവെങ്കിലും മാംസസംബന്ധ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നുവെങ്കിലും പിൽക്കാലത്ത് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ അല്ലെങ്കിൽ മനോഭാവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ കാണിച്ച നേതൃത്വത്തിന്റെ താല്പര്യങ്ങളെ അത് ശിഥിലമാക്കി. ഒരു കാലത്ത് മാംസം ഒരു വലിയ ശക്തിയായി മാറിയിരുന്നു. മാംസം അദ്ദേഹത്തിന്റെ പാർട്ടി ക്യാൻഷാന്തി ഉണ്ടാക്കിയ പാർട്ടികളുടെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ അതൊക്കെ ചരിത്രമായി ചിഹ്നഭിന്നമായി പല സ്ഥലങ്ങളിലേക്ക് പല ആളുകൾ പല പ്രസ്ഥാനങ്ങളിലേക്ക് ചേർന്ന സാഹചര്യം വന്നു. അവിടെയാണ് നെഹ്റു എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നമ്മുടെ ആരാധനായ സർദാർ ജീവൻ സിംഗ് അവരുടെ നേതൃത്വം ഏറ്റെടുത്ത് ബഹുജൻ ദ്രാവിഡ പാർട്ടിയിലൂടെ നെഹ്റു എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ടുവരാൻ അതിന്റെ തുടക്കമാണ്. ഇന്ത്യയിലൊട്ടാകെ തുടർന്ന് വന്നിരിക്കും. ഓഫ് ദ എംപ്ലോയീസ്, ബൈ ദ എംപ്ലോയീസ്, ബട്ട് നോട്ട് ഫോർ ദ എംപ്ലോയീസ് എന്നാണ് അതിന്റെ മുദ്രാവാക്യം. ഒരിക്കൽ പോലും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കാനുള്ള ഒരു സംഘടനയല്ല. സമൂഹത്തോട് കമ്മിറ്റ്മെന്റുള്ള തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയും വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ആരാധനായ ജീവൻ സിംഗ് സാർ അത് പറയുന്നതാണ്. എന്തിനെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമ്മേളനങ്ങളിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആദ്യമായിട്ട് ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ സംസ്ഥാന
സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വയലാർ രാജീവ് സാറിനെയാണ്. അദ്ദേഹത്തെ വിനയപുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് ഈ വേദിയിൽ എത്തിച്ചേർന്ന ആരാധ്യനായ സർദാർ സിംഗ് സാറിനെയാണ്. അദ്ദേഹത്തെയും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം യുവജന ദ്രാവിഡ പാർട്ടിയുടെ സ്ഥാപനം ഡെന്നിന്റെ സ്ഥാപനം കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നാഷണൽ സ്പോർട്സ് പേഴ്സൺ ശ്രീ അശോക് സാഗർ സാറാണ്. സജീവമായിട്ട് പ്രവർത്തനങ്ങളുള്ള അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എനിക്ക് എടുത്തു പറയാനുള്ളത്, കുറച്ച് സമയമെങ്കിൽ അദ്ദേഹത്തെ ഒരു വാതിലിൽ കാത്തിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് കാണാൻ കഴിഞ്ഞ ഒരു നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു അഡ്വക്കേറ്റിനെയാണ് ചന്ദമ കണ്ടത്തെ കാണാൻ കഴിയുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഒരിക്കലും പ്രതീക്ഷിക്കില്ല, ഉറപ്പ് പറഞ്ഞിട്ട് വരാമെന്ന്. പക്ഷേ എങ്കിലും എത്തിച്ചേർന്ന ചന്ദമമാണത്തോട് വളരെയധികം ആദരവോടെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. ഹൈക്കോടതി അഡ്വക്കേറ്റാണ് സ്വന്തം മാഡം. അടുത്തായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ രാഘവൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ വിശ്വനാഥൻ സാറ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും വ്യക്തിഗതമായിട്ടും സംഘടനയുടെ പേരിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ജയ് ഭീം, ജയ് ക്യാൻസർ. നമ്മുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും യുവജന ദ്രാവിഡ പാർട്ടിയുടെ ഫൗണ്ടറുമായിട്ടുള്ള, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മയായി ഇനിയുള്ള കാലം നിലനിൽക്കേണ്ട പ്രസ്ഥാനത്തിന്റെ ഡെന്നിന്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള സർദാർ ജീവൻ സിംഗ് ജി, അതുപോലെ തന്നെ ഇന്ത്യൻ ദ്രാവിഡ പാർട്ടിയുടെ നാഷണൽ സ്പോക്കർ അശോക് സാഗർ ജി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, അധ്യക്ഷ പ്രസംഗം കൂടുതലായി നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാത്രവുമല്ല, നമ്മളുടെ ഈ ആശംസാ പ്രസംഗങ്ങൾക്ക് ശേഷം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് സംസാരിക്കുകയും ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ സമയം ആവശ്യമാണ്. ഞാൻ ആമുഖമായി പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം നല്ല രീതിയിൽ തദ്ദേശ ജനതയ്ക്ക് താങ്ങും തണലുമായി മാറട്ടെ എന്ന ഒറ്റ വാക്കിലുള്ള എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഭീം, ജയ് കാൻശ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് അശോക് സാഗർ ജി ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
थैंक यू मिस्टर जीवन जी, पंचायती बीडीपी अध्यक्ष मिस्टर सरदार जीवन सर, शाम सर और केरल के इस एर्नाकुलम के दूर दराज क्षेत्रों से आए आप सभी कर्मचारी अधिकारीगण। साथियों, मैं मध्य प्रदेश से आया हूँ और दिल्ली में पिछले 12 वर्षों से दिल्ली में रह रहा हूँ। आज हम 3000 किलोमीटर दूर चल के यहाँ एर्नाकुलम केरला में हैं। उसका कारण है मान्यवर कांसीराम। इस पूरे जो हमारा आधुनिक भारत है, आधुनिक भारत के पूरे इतिहास में एक लौकिक व्यक्ति कांसीराम है